ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഐറ്റം തന്നെയാണ്. നല്ല എരിവും പുളിയും മധുരമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചമ്മന്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതലും രസം ഉണ്ടാകുക. പിന്നെ ഇതേ 4-5 വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് അങ്ങോട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വറ്റൽമുളക് എരിവിന് എത്ര എരിവുള്ള മുളകാണെങ്കിലും അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവ് ഉള്ള മുളക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്നങ്ങോട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ മുളകിനെ നമുക്ക് കറുപ്പിച്ച് അങ്ങോട്ട് എടുക്കുക. പക്ഷേ കറുപ്പിച്ചെടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങോട്ട് എടുക്കുക. പക്ഷെ ഞാനിപ്പോൾ നല്ല കറുപ്പിച്ചെടുക്കണമൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ തന്നെ ഇതേ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ഉള്ളി കൂടി ഒന്ന് അങ്ങോട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ചേർത്തിട്ടുള്ളത് ഈത്തപ്പഴമാണ്. അപ്പോൾ ഈത്തപ്പഴം ഉണങ്ങിയതായതുകൊണ്ട് തന്നെ ഒരു 1/4 മണിക്കൂറൊക്കെ നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുതിർന്നതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈത്തപ്പഴം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പുളി വേണം. അപ്പോൾ പാകത്തിനുള്ള പുളിയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി പോവാണ്ട് ഒരു പാകത്തിനായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് എല്ലാം കൂടി യോജിച്ചിട്ട് നല്ല രസമുണ്ടാകും. അങ്ങനെ ഈ പുളി ചേർത്തിട്ട് ഒന്ന് അങ്ങോട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നങ്ങോട്ട് ഇളക്കിയെടുക്കുക. ആ ഉള്ളിയും എല്ലാം കൂടി ഉണ്ട് യോജിക്കോളം ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമുക്കിത് തീ ഓഫാക്കിയിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ചീനച്ചട്ടിയിൽ തന്നെ വെച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വേറെ പാത്രത്തിലേക്ക് കണ്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് എല്ലാതും അങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അത് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ അരച്ചെടുക്കണ പണിയേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ഇത് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് എല്ലാതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ ജാറായത് കൊണ്ട് തന്നെ കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 എണ്ണം ആക്കിയിട്ട് 2 പ്രാവശ്യം ആക്കിയിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ എല്ലാതും കൂടി ഒറ്റ ട്രിപ്പ് അങ്ങോട്ട് ആക്കിയിട്ട് അരച്ചെടുത്താണ്. അങ്ങനെ ഇതേ അരച്ചതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നല്ല എരിവും പുളിയും അതുപോലെ നല്ല മധുരത്തിൽ നല്ല രസമുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ അങ്ങനെ കഴിക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് വെറുതെ തന്നെ ഇത് കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് നല്ല രുചി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.